എല്ലാ മനുഷ്യന്മാരുടെ സ്വഭാവവും എല്ലാവരും നമ്മളോട് പെരുമാറുന്ന രീതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ. അങ്ങനെ തന്നെയാണ് ഓരോ വീടുകളും. നമ്മുടെ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ വലുതാകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഏതൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം കിട്ടും, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെ കേട്ടോ എൻ്റെ പപ്പയുടെ പെങ്ങളുടെ വീട്. പപ്പയുടെ പെങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞാണ്ടി എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞാണ്ടിക്ക് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാ. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. എനിക്ക് 4 സഹോദരങ്ങളാണ്. ആ 4 സഹോദരങ്ങളും വളർന്നതും അല്ലെങ്കിൽ നമ്മൾ തിന്ന് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ജീവിച്ച സ്ഥലമാട്ടോ ഈ ഒരു വീട്. ഞങ്ങളുടെ തറവാട് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വീട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഓർമ്മകളല്ലേ, ഈ നൊസ്റ്റാൾജിയൊക്കെ പറയില്ലേ, കുഞ്ഞുനാളിൽ കളിച്ച് ജീവിച്ച് വളർന്നെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ചേച്ചിമാരൊക്കെ കുറേ നാളിവിടെ നിന്നിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ നിൽക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ കുഞ്ഞായതുകൊണ്ട് എനിക്കങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷത്തോടെ നിന്നിട്ടുള്ളൊരു സമയം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മനുഷ്യന്മാരും അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ സ്വന്തമാണ്. കാരണം നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ ഭയങ്കര രസമാണ്, നല്ല സുഖമാണ്. ഒന്നാമത്തെ കാര്യം, കുഞ്ഞാൻ്റെ സ്നേഹം മൊത്തം പ്രകടിപ്പിക്കുന്ന ഫുഡിലൂടെയാണ്. ആവശ്യത്തെ കൂടുതൽ തിന്നാനുണ്ടാക്കി തരും. മാത്രമല്ല നല്ല ടേസ്റ്റ് കേട്ടോ. ഞാനാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു സമയമായി. വൈകുന്നേര സമയത്ത് വീട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഒരു സ്നേഹം കേട്ടോ കുഞ്ഞാൻ്റിയുടെ. തിരിച്ച് വീട്ടിലോട്ട് പോരുമ്പോൾ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തൊരു കാര്യം കേട്ടോ. പണ്ട് പാപ്പൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നെക്കൊണ്ട് പാട്ട് പാടിക്കുമായിരുന്നു. പാട്ട് പാടി കഴിയുമ്പോൾ പാപ്പൻ എനിക്ക് എന്തെങ്കിലും മേടിക്കാനായിട്ട് പൈസ തന്നിടുമായിരുന്നു. ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തിരുന്നു അതൊക്കെ.